ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അടുത്ത 2 മിനിറ്റിനുള്ളിൽ ബിറ്റ് കോയിൻ ഇനി എങ്ങോട്ട് പോകും, ഷോർട്ട് ടൈമിലോട്ടും അതുപോലെ ലോവർ ഹയർ ടൈം ഫ്രെയിമിലോട്ടും ബിറ്റ് കോയിൻ്റെ മൂവ്മെൻറ്റ് ഇനി എങ്ങോട്ടാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലുള്ള ഡെയിലി ചാർട്ടിലോട്ട് വരാം. ഡെയിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്താണ്, മാർക്കറ്റ് ഒരു 60 ദിവസത്തോളം നീണ്ടു നിന്നിട്ടുള്ള ഒരു വലിയ അപ് ട്രെൻഡിലായിരുന്നു, ഒരു വലിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലായിരുന്നു. ഈ ഒരു അപ് ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഇപ്പം അതിൻ്റെ ട്രെൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ട്രെൻഡ് ഇവിടെ വീക്ക്നെസ് ആകുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ട് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡംപ് തന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇപ്പോഴും സ്റ്റിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മാർക്കറ്റിൽ വീക്ക്നെസ് അനുഭവിക്കുന്നുണ്ട്. ആ വീക്ക്നെസ്സിനെ താങ്ങി നിർത്താൻ വേണ്ടി ഇപ്പോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. സോ അത് നമ്മളെ സംബന്ധിച്ച് നല്ല ഒരു വാർത്തയാണ്. ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഈ ഒരു 66 ദിവസത്തോളം നിന്നിട്ടുള്ള ഈ ഒരു അപ് ട്രെൻഡിനെ സംബന്ധിച്ച് അത് നല്ലൊരു വാർത്തയാണ്. എന്തെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മളുടെ ട്രെൻഡ് ലൈനും അതുപോലെ മേജറായിട്ടുള്ള നമ്മളുടെ EMA ലെവൽസും അതുപോലെ കഴിഞ്ഞ ATH അതായത് നമ്മളുടെ ഹൊറിസോണൽ സപ്പോർട്ടും കൂടെ ഒരേ ലെവലിൽ ഒരേ സ്ഥലത്ത് വരുന്ന ഒരു ലെവലാണ്. അതുകൊണ്ട് ബയേഴ്സ് അവരുടെ കൺട്രോൾ തിരിച്ചെടുക്കാനുള്ള, അതായത് ഇതൊരു പുൾ ബാക്ക് ആണെങ്കിൽ, ഇതൊരു ടെമ്പററി ആയിട്ട് വന്നിട്ടുള്ള ഒരു റീട്രേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്നാണ് പുഷ് ചെയ്യേണ്ടത്, ഇവിടുന്നാണ് തിരിച്ച് കയറി പോകേണ്ടത്. സോ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഹോപ്പുള്ള സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇതാ ഇവിടെയൊക്കെ ആയിരുന്നു. സോ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പം ഹോപ്പില്ലാത്ത മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ഉണ്ട്, അതുകൊണ്ട് ഫർദർ ഒരു താഴോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ ചെയ്ത് ഞാൻ ഇപ്പോൾ പറയുന്നു മാർക്കറ്റ് ഒരു ഹോപ്പുള്ള സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് ഇനി എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള ലെവലാണ് നമ്മൾ ട്രെൻഡ് ലൈനെ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു 66 എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റും ഇവിടെ ട്രെൻഡ് ലൈനെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് നിൽക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഉള്ള സോഫാർ ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല, ബട്ട് ഇതുവരെയുള്ള ഇന്നത്തെയും ക്യാൻഡിൽസിൻ്റെ കോമ്പിനേഷൻ വെച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ലൊക്കേഷനിൽ വേണ്ട രീതിയിലുള്ള ഒരു റിജക്ഷനും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. സോ നിങ്ങൾ നല്ലൊരു റിജക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു റിവേഴ്സലിൻ്റെ ആദ്യത്തെ സൈൻ ആയിരിക്കും ഈ ഒരു ലൊക്കേഷനിൽ റിജക്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇനി 10 മണിക്കൂറും കൂടെ ഉണ്ട് ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി. സോ അത് നിങ്ങൾ വാച്ച് ചെയ്യുക. മേ ബി നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലുണ്ടോ, അതായത് ഇപ്പോൾ 105 500 ഒരു 104 200 വരെയൊക്കെ ചിലപ്പോൾ ഒരു സ്വീപ്പ് താഴോട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് മേളിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ക്യാൻഡിൽ ഡെയിലിയിൽ മേ ബി കിട്ടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഡെയിലിയിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു റേഞ്ചാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. റേഞ്ചിന് ശേഷം സ്ലോലി മാർക്കറ്റ് ബ്രേക്കൗട്ട് ചെയ്ത് 120Kയിലോട്ട് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. സോ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് ഇനി ഇവിടുത്തെ റേഞ്ചിന് ശേഷം ഒരു വീക്ക് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലോട്ട് മാറും എന്നുള്ള രീതിയിൽ 120Kയിലോട്ട് സ്ലോലി ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ലെവലിൽ പ്രൈസ് എന്താണോ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ പിന്നീട് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഡെയിലി ക്ലോസ് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ താഴെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫർദർ ഒരു ഡീപ്പർ പുൾ ബാക്കിലോട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ട്രെൻഡിൻ്റെ ഒരു ഡീപ്പർ പുൾ ബാക്കിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും ഒരു അനദർ പുഷിന് മുമ്പ്. അതായത് 102.94 എന്ന് പറയുന്ന ലെവലിലോട്ടുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് വൺസ് മാർക്കറ്റ് ഈ ഒരു ഫ്ലിപ്പ് ഏരിയ, ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ ഡെയിലി ക്ലോസും വരുന്ന ദിവസങ്ങളിലുള്ള സ്ട്രോങ് റിജക്ഷനും വളരെ ക്രൂഷ്യലാണ്. സോ ഇതിന് താഴെ മാർക്കറ്റ് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് ഹയർ ടൈം ഫ്രെയിമിലെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ വ്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള വരാൻ പോകുന്ന ഊഹങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. മേജറായിട്ടുള്ള പല കൺഫർമേഷനും കൂടി ഒരേ സ്ഥലത്ത് വരുന്ന ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. സോ ഇവിടുന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആ ഒരു വ്യൂവിൽ നമുക്ക് ഷോർട്ട് ടൈമിൽ, അതായത് ലോവർ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം 4 അവർ തന്നെ എടുക്കാം. 4 അവർ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ്, 4 അവറിൽ മാർക്കറ്റ്
നമ്മളുടെ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്താണ്, നമ്മളുടെ ഹൊറിസോണൽ സപ്പോർട്ട് ലൈനെ റെസ്പെക്ട് ചെയ്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷെ നമ്മളെ ട്രെൻഡ് ലൈനിൽ താഴെ മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ അത് ലോവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ വീക്ക്നെസ് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഹൈ ടൈം ഫ്രെയിമിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിന് സ്ട്രെങ്ത് ലോവർ ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്നില്ല, സ്റ്റിൽ ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സോ ഇവിടുന്ന് നമുക്ക് സ്ട്രെങ്ത് വരേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ക്ലോസിന് മുമ്പ്, ഡെയിലി ക്ലോസിന് മുമ്പ്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴോട്ട് 94, 102 എന്ന് പറയുന്ന ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഡീപ്പർ പുൾ ബാക്കിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ്, പോകും. മനസ്സിലായല്ലോ? സോ ബിയറിഷ് ആണ്, ലോവർ ടൈം ഫ്രെയിം വീക്ക്നെസ് ആണ്, ബിയറിഷ് അല്ല വീക്ക്നെസ് ആണ്. സോ ഈ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ 4 ഹവറിൽ ഈ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിമിലും ലോവർ ടൈം ഫ്രെയിമിലും നമുക്ക് കൺഫേം ആക്കാനായിട്ട് പറ്റും. സ്ലോവിലി നമ്മൾ 102, 94 പോകാൻ സാധ്യത കൂടുതലാണ്. അതിനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലെ ക്ലോസ് ഇന്ന് വരേണ്ടതായിട്ടുണ്ട്. അൺടിൽ നമുക്ക് 4 ഹവർ ആണെങ്കിൽ പോലും ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 104, 1 ലക്ഷം, അതായത് ഇപ്പോൾ ഉള്ളത് 1,05,400 റേഞ്ചാണ്. 1,04,200 എന്ന് പറയുന്നത് ഈ ഒരു ലോ കണ്ടോ, ഈ ഒരു ലോ വരെ ഒരു 4 ഹവറിൽ ഒരു താഴോട്ടൊരു വിക്ക് വന്നിട്ട് കയറി പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് ഇന്നത്തെ ഹൈ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ആ ഒരു ലെവലിലെ ക്ലോസിങ് നോക്കുക എന്നുള്ളതാണ്. സോ നമുക്കിപ്പം 4 ഹവർ നോക്കുന്ന സമയത്ത് നമുക്കൊരു എൻട്രിയെ പറ്റി നോക്കാം. എന്തായാലും ഒരു ലോങ് സൈഡ് എൻട്രി തന്നെ നോക്കാം. കാര്യം 4 ഹവറിൽ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. സോ 4 ഹവർ നോക്കുന്ന സമയത്ത് സ്റ്റിൽ 4 ഹവറും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു റിജക്ഷനോ കാര്യങ്ങളോ, ഇവിടെ ഒരു റിജക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതനുസരിച്ച് നമുക്കൊരു ക്യാരക്ടർ ചേഞ്ച് വരുന്നതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ 4 ഹവറിൽ നമുക്കൊരു റിവേഴ്സൽ ക്യാൻഡിലോ ഒരു റിജക്ഷനോ ഒന്നും തന്നെ ഈ സപ്പോർട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. മാത്രമല്ല ഇവിടുന്ന് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴെ നിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. സോ ഇവിടുന്ന് നമുക്ക് ഒന്നെങ്കിൽ നമുക്കൊരു ലോങ് സൈഡ് 4 ഹവറിൽ കൺഫേം ആക്കണമെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ വരണം. ഈ ഒരു EMA ലെവലിലും മുകളിൽ അറ്റ്ലീസ്റ്റ് സ്റ്റേ ചെയ്യണം. സോ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ബ്രേക്ക് ഡൗണിന് വേണ്ടി വാച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ 4 ഹവർ മാർക്കറ്റ് ബിയറിഷ് അല്ല, പക്ഷേ വീക്ക്നെസ് ഉണ്ട്. 4 ഹവർ മേജർ സപ്പോർട്ടിലാണ്. സോ 1 ഹവർ നോക്കാം. 1 ഹവർ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? 1 ഹവറിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ 4 ഹവറിലെ സെയിം ഔട്ട്ലുക്ക് തന്നെയാണ് 1 ഹവറിലും ഉള്ളത്. പക്ഷേ 1 ഹവറിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാനായിട്ട് പറ്റും. 1 ഹവറിൽ നമ്മളുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ ഈ ഒരു മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ നമുക്കൊരു ഡബിൾ ബോട്ടം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്കൊരു എൻട്രിക്ക് വേണ്ടി നമുക്ക് നോക്കാവുന്നതാണ്. എപ്പോഴാണ്? ഇപ്പോഴോ ഇവിടെയോ ഒന്നും തന്നെയല്ല. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഹവറിലും 1 ഡേയിലും മാർക്കറ്റ് വീക്ക്നെസ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ നെക്ക് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം, അതായത് ഈ ഒരു ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചിവിടെ റീടെസ്റ്റിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അൺടിൽ നമുക്ക് റിസ്ക് ഉണ്ട് താഴോട്ട് പോകാനുള്ള. മനസ്സിലായല്ലോ? സോ ലോ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ ക്ലാരിറ്റി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ 1 ഹവറിൽ ഇതാണ് നമ്മളുടെ എൻട്രി. ലോങ് സൈഡിലോട്ട് നിങ്ങളൊരു എൻട്രി നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. ഓക്കെ, സോ 4 ഹവറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 4 ഹവറിൽ നിങ്ങൾ ഇവിടുന്നോ ലോങ് അടിക്കാതിരിക്കുക. കാര്യം സ്റ്റിൽ നമ്മൾ എന്താണ് ഇന്നലെ തുടങ്ങിയ ഈ ഒരു ഇവിടെ ഒരു ലോവർ ലോ ഇവിടെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു കൺഫ്യൂഷനിൽ അടുത്ത മൂവ്മെൻറ്റ് എന്ത് വേണം എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഈ ഒരു റീടെസ്റ്റ് ഏരിയയിൽ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ലോങ് അടിക്കുന്നതാണ് സേഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെയിം വീവ് നമുക്ക് 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? 15 മിനിറ്റിൽ നമ്മൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഡൗൺ ട്രെൻഡ്, ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഈ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റിൽ ഇന്നത്തെ ഏഷ്യൻ സെക്ഷനിൽ മാർക്കറ്റ് പുതിയ ലോവർ ലോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൻ്റെ അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു മൊമെൻറ്റവും നമുക്ക് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂട്രലായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു സ്വിങ് ഹൈ ഉണ്ടോ, ഈ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിവിടെ ഒരു റീടെസ്റ്റ് വരുവാണെങ്കിൽ അടുത്ത ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം വരുന്ന ഈ ഒരു തിരിച്ചു വരുന്നിട്ടുള്ള ഈ ഒരു റീട്രേസ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അല്ലാതെ ഇതിന് താഴെ നിങ്ങളൊരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന കത്തിയിൽ പോയി കൈ കാണിക്കുന്നത് പോലെ ആവത്തുള്ളൂ. നമ്മളിപ്പോഴും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്, സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടില്ല. ഇതിന് ബാക്കിലോട്ടും ക്യാൻഡിലുണ്ട്, കാണാൻ സൗകര്യത്തിന് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നതെന്നുള്ളൂ. സോ ഈ ഒരു താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാളിൽ നിങ്ങൾ ഇവിടെ പോയി ലോങ് അടിക്കുന്നത് സേഫ് അല്ല.
നിങ്ങൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ബിറ്റ് കോയിൻ്റെ എൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായും നിങ്ങൾ ചോദിക്കാം ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇല്ലേന്ന്. ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തീർച്ചയായും ഷോർട്ട് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കാം. വൺസ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ക്യാൻഡിലിൽ നമ്മൾ ആ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ താഴെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ഏതെങ്കിലും ലോവർ ടൈം ഫ്രെയിമിലെ പമ്പിൽ നിങ്ങൾക്ക് ഒരു റീടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ബിയറിഷ് കണ്ടിന്യൂഷൻ പാറ്റേണോ എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു ബൗൺസിന് ശേഷം നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പം ഒരു ബ്രേക്ക് ഡൗൺ കിട്ടി ഒരു റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കൺഫർമേഷനും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് അടിക്കാം. കാര്യം നമ്മൾ ഓൾറെഡി ഒരുപാട് മാർക്കറ്റ് താഴോട്ട് പ്രൈസ് ഡൗൺ ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഉള്ളത്. സോ എപ്പോൾ വേണമെങ്കിലും ഒരു റിവേഴ്സൽ ആവാം. ഓക്കെ, ഇത് ഇൻ കേസ് ട്രാപ്പ് ആണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് കൺഫർമേഷൻ നോക്കിയിട്ട് ഷോർട്ട് നോക്കുക. കാര്യം ഷോർട്ടിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവാൻ ഞാൻ പറയാനുള്ള റീസൺ മെയിൻ ട്രെൻഡ് അപ് ട്രെൻഡാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ട്രാപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് സൈഡിനെ പറ്റി പറയാതെ ലോങ് സൈഡിൽ ഏതൊക്കെ ലെവലുകളിൽ ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ മാർക്കറ്റ് അപ്ഡേറ്റും ലൈവായിട്ട് മാർക്കറ്റിലെ ന്യൂസ് ആയാലും ക്രിപ്റ്റോയുടെ എല്ലാ അപ്ഡേറ്റും നമ്മുടെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ അതിലും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ബൈ.